പ്രൈസ് ദി ലോർഡ്. മന്ത് ഓഫ് പ്രെയറിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ദിവസങ്ങളായി നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് ദൈവസന്നിധിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്കവനോടുള്ള ധൈര്യമാകുന്നു. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ അത് നമുക്ക് ലഭിക്കുമെന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ധൈര്യമാകുന്നു. കർത്താവിൻ്റെ ശിഷ്യനാകുന്ന യോഹന്നാൻ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരം തരും എന്നുള്ളത് നമുക്ക് ദൈവത്തിലുള്ള ഉറപ്പാകുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് തൻ്റെ ശിഷ്യന്മാരെ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ പ്രാർത്ഥനാ വാചകത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് സ്വർഗത്തിൽ എങ്ങനെയാണോ അപ്രകാരം തന്നെ ഭൂമിയിലും ആകണമെന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് ആ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നു. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവം ചില വ്യക്തികളെ നോക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഒന്നാമത് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായി പ്രാർത്ഥിക്കുക. നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടേതായ ഒരുപാട് തലങ്ങൾ നമ്മുടെ ദൈവവചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിന് നമ്മൾ വായിക്കുന്ന തിരുവചനം നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. നീതിമാനായ ഒരു മനുഷ്യൻ താൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ തനിക്ക് ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതായത് നമ്മൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ദൈവസന്നിധിയിൽ ദൈവവും നാമും ആ വിഷയവും മാത്രമായിട്ട് ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ പ്രാർത്ഥനയും ശ്രദ്ധിക്കും. അപ്രകാരം ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ഒരു കാര്യം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുമ്പോൾ ആ വിഷയത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്കത് നൽകും, ഞാനത് അനുഭവിക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ഭംഗം വരാതെ ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. പഴയ നിയമത്തിലെ ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബ് തൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ വളരെ ദൈവസന്നിധി വളരെ ദൈവവുമായി ബന്ധമുള്ള പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നത് ഇയ്യോബ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, ദൈവഭക്തി ഉള്ളവനായിരുന്നു. ഇപ്രകാരം ദൈവത്തിന് നല്ല സാക്ഷ്യം കൊണ്ട മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഈ ഇയ്യോബിന് ഇത്രയും ഗുണമുള്ള ഈ ഇയ്യോബ് ദൈവസന്നിധിയിൽ ദൈവം തന്നെ തന്നെക്കുറിച്ച് നല്ല സാക്ഷ്യം കൊണ്ടവനായ ആ ഇയ്യോബ് തൻ്റെ തലമുറകൾ നശിച്ചുപോയി, അല്ല തൻ്റെ തലമുറകൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി എന്ന് താൻ വിചാരിച്ചിട്ട് ഓരോ പ്രാവശ്യം തലമുറകളെ കൂട്ടി വരുത്തുമ്പോൾ താൻ തൻ്റെ തലമുറകൾക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു എന്ന് നമ്മൾ വചനം വായിക്കുന്നു. കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇയ്യോബ് തന്നെ തൻ്റെ തലമുറകൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നു. അപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നന്മ ഉണ്ടാകണം, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. ഞാൻ നിഷ്കളങ്കനാണോ? ഇയ്യോബിനെ പോലെ ഞാൻ ദൈവത്തോട് ഏറ്റവും അടുപ്പമുള്ള ആളാണോ? ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, മറ്റു തലമുറകൾക്ക് വേണ്ടിയൊക്കെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിഷ്കളങ്കത്വം, നീതിമാനായ ഇയ്യോബിനെ പോലെ നീതിയുള്ള അവസ്ഥ, അതുപോലെ ദോഷം വിട്ടകലുന്ന ജീവിക്കുന്നവർ, ദൈവവുമായിട്ട് ബന്ധമുള്ളവർ ഉള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മറ്റു തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം തീർച്ചയായിട്ടും കേൾക്കും, അതിന് ഉത്തരം നൽകും. അത് നമ്മുടെ ഒരു ധൈര്യമാണ്. അതുപോലെ തന്നെ ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഈ സ്നേഹിതന്മാരുടെ ജീവിതത്തിൽ മാറ്റം വന്നു, യോബിൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. ഇതൊക്കെ നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതും യോബിൻ്റെ ജീവിതത്തിലെ ആ നല്ല ഗുണങ്ങൾ കൊണ്ടാണ് യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദൈവം പ്രാർത്ഥന കേട്ടത്. അതുകൊണ്ട് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും എന്താണ്, നമ്മൾ ആരാണ്? ദൈവസന്നിധി നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ? ദൈവസന്നിധി നമ്മൾ നേരോടെ നടക്കുന്നവരാണോ? ആത്മീയ സ്വഭാവം നമ്മളിൽ എത്രത്തോളം ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പിഴവുകളെ ദൈവത്തോട് നമ്മൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ എത്രത്തോളം ഉണ്ടോ, നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ ചിന്തിച്ച് വേണം നമ്മൾ ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒന്നാമത് നമ്മൾ ക്രമീകരിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ സൂക്ഷിക്കുകയും നമ്മൾ വിശുദ്ധിയോടെ ദൈവസന്നിധി കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ വയ്ക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഹാബേലിൻ്റെയും കായിൻ്റെയും യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാബേലിലും അവൻ്റെ യാഗത്തിലും യഹോവ പ്രസാദിച്ചു. ഹാബേലിലാണ് ആദ്യം പ്രസാദിച്ചത്, അതിനുശേഷമാണ് ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മളിൽ ദൈവം ആദ്യം പ്രസാദിക്കണം, അതിനുശേഷം മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുകയുള്ളൂ. അപ്പം അപ്രകാരം ധൈര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ധൈര്യത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു എങ്കിൽ ശ്രദ്ധയോടും വിശ്വാസത്തോടും നിഷ്കളങ്കതയോടും ഒക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 100% പറയാൻ പറ്റും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ദൈവവും അതാണ് ഇഷ്ടപ്പെടുന്നത്. അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം ഇഷ്ടപ്പെടുന്നതും അങ്ങനെയാണ്. നമ്മുടെ ഹൃദയം എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടുണ്ടോ അത് ആ ശുദ്ധീകരണത്തോടനുബന്ധിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത്. നമ്മളിൽ എത്രമാത്രം ദൈവത്തിന് പ്രസാദമുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് പ്രസാദമുണ്ട്. അത് കൃവാക്യം പറയുന്നത് പോലെ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരം ദൈവസന്നിധി നിഷ്കളങ്കതയോടും നേരോടും വിശ്വസ്തയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും എപ്പോൾ പ്രാർത്ഥിച്ച് അപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം നേടി ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ വളരെ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ, പ്രതിസന്ധിയുടെ നടുവിലൂടെ, ഒത്തിരി നമ്മളെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വേദനകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ സമയത്തും ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോഴും ദൈവസന്നിധിയോട് പ്രാർത്ഥിച്ചത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തോട് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചതാണ്. ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെയും മറുപടി കിട്ടുമ്പോൾ അതിനെല്ലാം ഞാനിങ്ങനെ ടിക്കിട്ട് പോകാറുണ്ട്. ഇനിയും ടിക്കിടേണ്ട ഒരുപാട് വിഷയങ്ങളുമുണ്ട്. അപ്പം ദൈവസന്നിധി എൻ്റെ വിഷയങ്ങൾ ഞാൻ ദൈവസന്നിധി വയ്ക്കുമ്പോൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, എൻ്റെ ഭാഗത്തെ കുറവുകൾ കൊണ്ടാണോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞത്? പക്ഷേ എന്നാലും വീണ്ടും അങ്ങനൊരു ഹൃദയം ദൈവം തരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും ഇപ്രകാരം പ്രാർത്ഥനയിലൂടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ മറുപടി കിട്ടിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നേരോടെ, വിശ്വസ്തയോടെ, നീതിയോടെ, ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.